തൃശൂരിലെ വോട്ട് കൊള്ളയ്ക്കായി ഇരട്ട വോട്ടർ ഐ ഡിയും വ്യാപകം. വ്യാജ വോട്ടർമാരിൽ പലർക്കും ഇരട്ട ഐ ഡി കാർഡുകളുണ്ടെന്ന് കണ്ടെത്തി. സുരേഷ് ഗോപിയുടെ സഹോദരനും സഹോദര ഭാര്യയ്ക്കും ഇരട്ട ഐ ഡി കാർഡുകളുണ്ട്. നിരവധി BJP നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇത്തരത്തിൽ ഇരട്ട ഐ ഡിയാണ്. ഇരട്ട ഐ ഡികളിൽ സുഭാഷ് ഗോപിയുടെയും ഭാര്യയുടെയും ഉൾപ്പെടെ പേരുകളിലും മാറ്റമുണ്ട്. സാജിദ് അജ്മൽ വിവരണവുമായി ചേരുന്നു. സാജിദ്, ഈ പേരുകളിൽ മാറ്റം വരുത്തി 2 മണ്ഡലങ്ങളിൽ പേര് ചേർക്കുന്നത്, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന്റെ പിന്നിൽ ഉദ്ദേശം എന്തായിരിക്കും? അജിംസ്, 2 സ്ഥലത്ത് ഈ സുഭാഷ് ഗോപിക്ക് വോട്ടുണ്ട് എന്നുള്ള വാർത്ത നേരത്തെ വന്നിരുന്നു എന്ന് മാത്രമല്ല 2 ID കാർഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. 2 ID കാർഡുകൾ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ മുതൽ വാർത്ത കൊടുക്കുന്നുണ്ട്. RSSന്റെ മുൻ നേതാവ് ഷാജിക്കും ഭാര്യ ദീപ്തിക്കും, അത് കഴിഞ്ഞ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണന് 2 ID കാർഡുകൾ, ഇതുകൂടാതെ BJPയുടെ പ്രാദേശിക നേതാവായ ഉമയ്ക്ക് ഭർത്താവിനും മകനും ID കാർഡുകൾ, അതോടൊപ്പം തന്നെ ഈ ആതിര എന്ന തൃശ്ശൂർ നഗരസഭയിലെ പൂങ്കുന്നം വാർഡിലെ കൗൺസിലറായ അവരുടെ ഭർത്താവ് ആദർശിന് 2 ID കാർഡുകൾ, കാസർഗോഡും തൃശ്ശൂരും. ഇങ്ങനെ 2 ID കാർഡുകൾ നിർമ്മിക്കുന്ന ആളുകളെല്ലാം തന്നെ വളരെ തന്ത്രപൂർവ്വം ഇതിൽ 2 പേരുകൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ഇല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി വോട്ട് ചെയ്യുന്നതിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് തടസ്സങ്ങളില്ല. അതിന് കൃത്യമായ രേഖകളുണ്ടെങ്കിൽ അത് തന്നെ ഏത് ID കാർഡാണോ ആ ID കാർഡിൻ്റെ എപ്പിക് നമ്പർ ഒരു കാരണവശാലും മാറ്റുകയില്ല. അത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തി ഡൽഹിയിലോ ബോംബെയിലോ പോയി അവിടെ ജോലി ചെയ്യുകയോ പഠനത്തിനോ മറ്റു പോവുകയാണെങ്കിൽ അവിടെ ഇതേ എപ്പിക് നമ്പറിൽ അവിടുത്തെ അഡ്രസ്സാണ് നൽകുക. പക്ഷേ തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്നത് 2 ID കാർഡാണ്. ഒരു വ്യക്തിയുടെ പേരിൽ ഒരിക്കലും 2 എപ്പിക് നമ്പറിൽ ID കാർഡുകൾ ലഭിക്കില്ല എന്നിരിക്കെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരനും ഭാര്യയ്ക്കും ഉൾപ്പെടെ ഇതിൽ വളരെ തന്ത്രപൂർവ്വം പേരിൽ ചില മാറ്റങ്ങളാണ് ഇവർ വരുത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് വ്യാപകമായി 2 ID കാർഡുകൾ എടുത്തിരിക്കുന്നത്. അതായത് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് എന്നുള്ളതാണ് നേരത്തെ കൊല്ലത്തുള്ള ID കാർഡിൽ അദ്ദേഹത്തിൻ്റെ പേര്. അത് തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ സുഭാഷ് ഗോപി എന്നാകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ആദ്യം റാണി എന്നുള്ളതാണ്. പിന്നീട് ഭർത്താവിൻ്റെ പേര് സുഭാഷ് കൂടി ചേർത്ത് റാണി സുഭാഷ് ആകുന്നു. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണൻ്റെ ആദ്യം ഉണ്ണികൃഷ്ണൻ എന്നാണ് ആദ്യ ID കാർഡിലെ പേര്. അത് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ V എന്നാകുന്നു. നാഗലശ്ശേരി പഞ്ചായത്തിലെ BJPക്ക് വേണ്ടി മത്സരിച്ച ഉമ എന്നാണ് ആദ്യം പേര്. പിന്നീട് അത് ഉമാ മണികണ്ഠൻ എന്ന ഭർത്താവിൻ്റെ പേര് കൂടി ചേർക്കുന്നു. ആതിരയുടെ ഭർത്താവ് ആദർശിൻ്റെ പേരിൽ കാസർഗോഡും തൃശ്ശൂരും ആദർശ് D എന്ന് തന്നെയാണ്. പക്ഷേ അച്ഛൻ്റെ പേരിലെ ഇനിഷ്യൽ ഒരു പേരിൽ ആദ്യം ദാമോദരൻ KV എന്നും മറ്റൊന്നിൽ KV ദാമോദരൻ എന്നും. ഇങ്ങനെ ഈ ചെറിയ രീതിയിൽ ഉള്ള കള്ളക്കളികളാണ് എന്ന് തോന്നുമെങ്കിലും വലിയ കുറ്റകൃത്യമാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യമാണ്. 2 സ്ഥലത്ത് വോട്ടുണ്ടാകുക എന്ന് തന്നെ കുറ്റകരമാണ്. പക്ഷേ ഇത് 2 ID കാർഡ് നിർമ്മിച്ചു. അതിനായി പേരിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ പറ്റിച്ചിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്തതാണെങ്കിൽ അത് അവർ ചെയ്തു എന്ന് പറയാം. ഇത് വ്യാപകമായി അത് സുരേഷ് ഗോപിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയായ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണൻ, RSSന്റെ നേതാവ് ഷാജി, BJPയുടെ പ്രാദേശിക നേതാവായ ഉമ, BJPയുടെ കൗൺസിലറുടെ ഭർത്താവ് ആദർശ് തുടങ്ങി എല്ലാവരും വ്യാപകമായി ഈ രീതിയിൽ വ്യാജ ID കാർഡ് നിർമ്മിച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം തന്നെ 2 ID കാർഡിൽ 2 സ്ഥലത്ത് വോട്ടുണ്ട് എന്നുള്ളത്